ജയിൽ നോമിനേഷൻ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ലൈവിൽ നടന്ന കാര്യമാണ് പറയുന്നത്. ജയിൽ നോമിനേഷൻ കഴിഞ്ഞു. ജിസേൽ ആകെ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. കാരണം ജിസേലിൻ്റെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ, ജിസേലിന് ഏറ്റവും ഇഷ്ടം ആര്യനെയാണ്, ആര്യനും ഏറ്റവും ഇഷ്ടം ജിസേലിനെയാണ്. അപ്പം ജിസേൽ എപ്പോഴും കിച്ചണിലാണ്. ജിസേൽ ടോയ്ലറ്റ് ക്ലീനിങ്ങിലാണെങ്കിലും ഇപ്പോൾ എപ്പോഴും കിച്ചണിലാണ്. ഇപ്പോൾ എന്നല്ല, വന്ന് തൊട്ടേ ജിസേൽ ഒരുവിധം എപ്പോഴും കിച്ചണിൽ തന്നെയാണ്. അപ്പോൾ കിച്ചണിൽ ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ ഓരോ സാധനങ്ങളെടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് ജിസേൽ കഴിക്കും, ആര്യന് കൊടുക്കും. പിന്നെ അവരുടെ കൂട്ടത്തിലിരിക്കണം എല്ലാവർക്കും വേണോ വേണോ ചോദിച്ച് കൊടുക്കും. അപ്പോൾ ഈ വേണോ വേണോ എന്ന് വെച്ച് ചോദിച്ച് അപ്പോൾ വാങ്ങി കഴിച്ചവർക്ക് ഇപ്പോൾ ജിസേലിനെ നോമിനേറ്റ് ചെയ്യാനുള്ള പവർ ഇല്ല എന്നാണ് ജിസേൽ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പം എല്ലാവരും ജിസേലിനെ മനസ്സിലാക്കിയത് അക്ബർ, റെന, ബിന്നി, ഇവർ ജിസേലിൻ്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇപ്പോഴാണ് അവർക്ക് ജിസേലിൻ്റെ ശരിക്കുള്ള കാരണങ്ങൾ മനസ്സിലായത്. ഇപ്പം എല്ലാവരും അനിമോളുടെ സൈഡിലേക്ക് നീങ്ങിയിട്ടുണ്ട്, പക്ഷെ അനിമോളെ അവർ അത്ര സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ജിസേലിനെ റെനയോട് നേരത്തെയും പറഞ്ഞു, ഞാൻ കഴിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ തന്തല്ല, എന്നിട്ടല്ലേ ഇങ്ങനെ പറയണേന്ന്. അപ്പോൾ റെന മനസ്സിലായി ജിസേലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കഴിച്ചത് അബദ്ധമായിന്ന്. അപ്പോൾ ജിസേലിനെ അക്ബർ പറയാണ് കിച്ചണിൽ എപ്പോഴും നിന്നിട്ട് ഓരോന്ന് എക്സ്ട്രാ ഉണ്ടാക്കുന്നുണ്ട്, വാങ്ങി കഴിച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷെ അതല്ല പ്രശ്നം, ജിസേൽ അവിടെ ഹൈപ്പർ ആക്റ്റീവായിട്ട് പ്രതികരിക്കുന്നതാണ് പ്രശ്നമെന്ന് പറഞ്ഞു. അപ്പോൾ ജിസേലിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ഇപ്രാവശ്യം ജയിലിൽ പോകുന്നത് ലക്ഷ്മിയും ജിസേലുമാണ്. ലക്ഷ്മിയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒനിയലെ അറിയാതെ മസ്താനിയുടെ മേത്തേക്ക് വീണതാണ്. അപ്പോൾ ഒന്ന് വയറുമ്മ പിടിക്കുന്നുണ്ട്, പക്ഷെ അത് മസ്താനിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം മസ്താനി കാണുമ്പോൾ ഒനിയലൊന്ന് വയറുമ്മ പിടിക്കേണ്ടതാണ്, പക്ഷെ ഒനിയൽ വീഴാൻ പോകുമ്പോൾ പിടിച്ചതാണ് ശരിക്കും. അതിന് മസ്താനി പോലും പ്രതികരിക്കാത്തത്. മസ്താനി അത് പേഴ്സണലായിട്ട് തീർക്കണം എന്ന് വിചാരിച്ച കാര്യം ലക്ഷ്മി അത് ഓവറാക്കി അലമ്പാക്കി ആ വീട് മുഴുവൻ പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ പ്രതികരിച്ചു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അവരൊക്കെ പറയാൻ തോന്നുന്നത്. ഒനിയൽ അങ്ങനത്തെ ഒരാളല്ലാന്ന് തോന്നി നമുക്ക് ഇത്ര നാൾ കണ്ടത് വെച്ചിട്ട്. അതിനാണ് ലക്ഷ്മിനെ പറയുന്നത്. പിന്നെ ആര്യനെ വെച്ചിട്ട് ആര്യൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പ്ലാൻ ചെയ്തു ജയിൽ നോമിനേഷൻ, അക്ബർ, ബിന്നി, റെന എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അബിയും പ്രവീണൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞു, നോമിനേഷൻ പ്ലാൻ ചെയ്യാൻ പാടില്ല, അതുപോലും നിങ്ങൾ ഗ്രൂപ്പിലാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അക്ബർ ഇതേ സംഭവം ഞാൻ കണ്ടതാണ്. ഒരു തമാശമായിട്ടിൽ പറയുന്നുണ്ട്, അനിമോളെ നോമിനേറ്റ് ചെയ്ത് അനിമോൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടും, അത് വേണ്ട, അപ്പോൾ ജിസേലിനെ നോമിനേറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു തമാശ പറയുന്നുണ്ടായിരുന്നു. അക്ബർ അത് കേട്ടിരിക്കുന്നുണ്ടായിരുന്നു, ബിന്നി കേട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു ചർച്ച ചെയ്തിട്ടൊന്നുമില്ല, അതൊരു കോമഡി തമാശയായിട്ട് ചെയ്ത കാര്യമായിരുന്നു. അത് അക്ബറിന് നന്നായി ഫീൽ ചെയ്തു. അക്ബർ പറഞ്ഞു, ഞാൻ അതിലില്ല, അത് ലാലേട്ടൻ വരുമ്പോൾ വീഡിയോ കാണിക്കുക, എനിക്ക് ഉറപ്പാണ് ഞാൻ അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല. കാരണം അക്ബർ ഇപ്പോൾ നന്നായി ഗെയിം കളിക്കുന്നുണ്ട്, നന്നായി കയറി വരുന്ന ഒരാളാണ്, നെഗറ്റീവൊക്കെ മാറി പോസിറ്റീവായി വരികയാണ്. അപ്പോൾ അക്ബറിന് അതിന് ചങ്കൂറ്റുണ്ട്, അക്ബറിന് അതിനൊരു പേടിയില്ല. ബിന്നിനെയും പറയാണ്ട് ബിന്നിക്കും ദേഷ്യം വന്ന് ബിന്നി പറയുന്നത് ജിസേലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്,